തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. വേങ്ങര ഗ്രാമപഞ്ചായത്ത് കേരള സൂപ്പർ ലീഗ് യങ് പ്ലെയർ ജേതാവും സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി കളിക്കുന്ന വേങ്ങര മാട്ടിൽപ്പള്ളിയിലെ അട്ടക്കുളയൻ അർഷാഫിന് സ്വീകരണവും കേരളോത്സവ വിജയികൾക്ക് ട്രോഫിയും വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രസിഡന്റ് KP ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു. കളി എന്തെന്നുള്ളത് പുറത്തേക്ക് എത്തിച്ചു. ഏതായാലും ആ കുട്ടിക്ക് ഇനിയും വളരെ വളരെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. നമ്മുടെ വേങ്ങരെ ലോകം ഒട്ടുക്ക് കേൾക്കാൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം 4-5 ദിവസമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കേരളോത്സവം നടന്നു ഉള്ളത് കാരണമാണ് അവർക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ നമ്മുടെ കലാപരിപാടികൾ തന്നെ അന്ന് യാദൃശ്ചികമായിട്ട് നമ്മളെ ഒരു മേഖലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വന്നു, നമ്മൾ വിളിച്ച ഉടനെ തന്നെ വരാൻ സമ്മതിച്ചു. അങ്ങനെ വന്നു, ഏതായാലും ആ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ അത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പരിപാടി വിജയിക്കാൻ സാധിച്ചത്. പിന്നെ എന്ത് പരിപാടി നമ്മൾ നടത്തിയാലും 100% വിജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ചടങ്ങിൽ വെച്ച് അർഷാഫിനുള്ള സ്നേഹോപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. കേരളോത്സവ മത്സരങ്ങളിൽ മിനി ബസാർ മാച്ചിസ്മോ ക്ലബ്ബ് 1ാം സ്ഥാനവും ചലഞ്ച് ക്ലബ് മുതലമാട് 2ാം സ്ഥാനവും സൺറൈസ് പാണ്ഡികശാല 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുതലമാട്, പ്രിയപ്പെട്ട മുതലമാട് ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ട്രോഫി നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് അർഷഫിനെ ക്ഷണിക്കുന്നു. ഒന്ന് നീ നോക്കണേ. നല്ല രീതിയിൽ കൈയ്യടി കൊടുക്കുക വടംവലി ടീമിന്. പോരാ, നല്ല രീതിയിൽ നമ്മുടെ കൈയ്യടിയാണ് ഏറ്റവും ഇവർക്ക് നൽകുന്ന പ്രോത്സാഹനം, ഏറ്റവും വലിയ ട്രോഫി. ചടങ്ങിന് വൈസ് പ്രസിഡന്റ് TK കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളം ഫുട്ബോൾ പ്രേമികളെ ഒരു ഇന്ത്യയിലാണ്. അതിലേറ്റവും ബെസ്റ്റാണ് മലപ്പുറം ജില്ല. അതിനും മേലെയാണ് നമ്മുടെ വേങ്ങരക്കാർ. അതായത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ തോന്നും വേൾഡ് കപ്പ് ഇവിടെ നടക്കണമെന്ന് തോന്നും. കാരണം മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെ ഒക്കെ വലിയ വലിയ കട്ടൗട്ടുകളും കാര്യങ്ങളൊക്കെ ഗ്രാമങ്ങൾ തോറും ആഘോഷമാണ്. അപ്പോൾ ഇത്രയധികം നെഞ്ചോട് ചേർത്ത ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത ഒരു സമൂഹമാണ് നമ്മുടെ പ്രദേശത്തിലുള്ളത്. നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾക്കൊരു ആളെ ഈ ഒരു സ്ഥാനത്തേക്ക് കിട്ടി എന്ന് പറഞ്ഞു. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CP ഹസീന ബാനു, AK സലീം, ആരിഫ മടപ്പള്ളി, അംഗങ്ങളായ KV ഉമ്മർ കോയ, കുറുക്കൻ മുഹമ്മദ്, യൂസുഫ് അലി വലിയോറ, T മൊയ്തീൻ കോയ, C റഫീഖ് മൊയ്തീൻ, ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ്, അർഷാഫിനെ പരിശീലിപ്പിച്ച യൂസുഫ് പറമ്പിൽപ്പടി, P രാധാകൃഷ്ണൻ, S ലേഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.